ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനായിട്ട് നമുക്ക് കുനാഫയുടെ ഒരു സേമിയ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ക്രീം തയ്യാറാക്കിയെടുക്കണം. അതിന് 2 സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മൈദ ചേർത്തിട്ട് ആദ്യം നമുക്ക് കുറച്ച് പാല് ചേർത്തൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഒരു കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നതിന് ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം ഞാനിവിടെ സാദാ ചീസുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഈ കുനാഫ ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുനാഫയുടെ സേമിയം വെച്ചിട്ട് ഒരു ഗ്ലാസ് എങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുനാഫയുടെ സേമിയം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് തന്നെ വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു ഏലക്കായും കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി വന്ന സമയത്ത് നമുക്കൊന്ന് ഞാനിവിടെ പിസ്തൻ്റെ പൊടി മേലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.